എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, പണമുണ്ട്, പ്രതാപമുണ്ട്, കീർത്തിയുണ്ട്, പെരുമയുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനമാനമുണ്ട്, വീട്ടിൽ ട്രോഫിയുണ്ട്, കിണ്ണമുണ്ട്, ചരുവമുണ്ട്, ഓട്ടുകളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും പ്രാർത്ഥിച്ചില്ലേ പോക്കാം. പ്രാർത്ഥിച്ചോണം. ദൈവം പ്രാർത്ഥനയ്ക്ക് ഒരു അവസരം തരുമ്പോൾ പ്രാർത്ഥിച്ചോണം. ഇല്ലെങ്കിലുണ്ടല്ലോ, അവസാനം ചില ദിവസങ്ങളുണ്ട്, ആശുപത്രി കൊണ്ട് ഐസിയുവിനകത്ത് കൈയും കാലും കൂട്ടിക്കെട്ടി ഇങ്ങനെ ട്യൂബ് ഇട്ടുകൊണ്ട് കിടക്കും. എന്തിനാ ഇതെല്ലാം കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നേ? അഴിച്ചു വിട്ടതെല്ലാം വലിച്ചു പറിക്കും. കട്ടിലൊഴിയാതെ ഇങ്ങനെ കിടക്കുക. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു നല്ല മരണം പോലും കിട്ടുകയില്ല. ഒരുപാട് പേരെ കാണുന്നുണ്ട് ഞാൻ. 10-27 വർഷമായി കർത്താവിൻ്റെ സുവിശേഷമായിട്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാടിടത്ത് ആളുകൾ ഭയങ്കരമായ ദുരിതത്തിൽ ഗതികെട്ട് കിടക്കുക, കട്ടിലൊഴിയുന്നില്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ പിഴകെട്ടേണ്ട ഒരു. പത്രോസ് അതാ പറഞ്ഞത്, മക്കളെ, സകലത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്ന, ആകയാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ സമചിത്തരും. എന്താ പ്രാർത്ഥനയിൽ സമചിത്തത? കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിന്റെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിന്റെ ദൈവമായ കർത്താവിന് മഹത്വം കൊടുക്കുവേ. ആരോഗ്യമുള്ളപ്പോ, പണമുള്ളപ്പോ, ശക്തിയുള്ളപ്പോ, പ്രാർത്ഥിക്കാൻ കഴിവുള്ളപ്പോ പ്രാർത്ഥിച്ചു വെച്ചേക്കണം, ശേഖരിച്ചു വെച്ചേക്കണം പ്രാർത്ഥന. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? അല്ലെങ്കിൽ നീ വെളിച്ചം തേടുന്ന സമയത്ത് ഇരുട്ടായിരിക്കും. നീ വെളിച്ചം തേടുമ്പോ കൂരിരുട്ട്, ഇടറി വീണു പോകും. ഇങ്ങനെ സംഭവിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, മക്കളെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചു വെക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിഴ കെട്ടേണ്ടി വരും. ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്ന ദൈവവചനമാണേ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിഴ കെട്ടേണ്ടി വരും. ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. പത്രോസിൻ്റെ ജീവിതത്തിൽ പത്രോസിന് ഇത് തന്നെ സംഭവിച്ചു. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ്, പത്രോസേ, പ്രാർത്ഥിക്കണേ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കൊഴിക്കാൻ വരുന്നതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് പത്രോസേ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ലൂക്കാ 22:31 വായിച്ചേ. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഈ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഗോതമ്പ് പോലെ പാറ്റ്. അമ്മച്ചിമാരൊക്കെ വീട്ടിൽ ഈ മുറത്തിനകത്ത് പയറ്, അരി, കടല, ഗോതമ്പ് ഇങ്ങനെ. അപ്പോൾ ഈ ഗോതമ്പ് അല്ലെങ്കിൽ അരി ഇങ്ങനെ കറങ്ങി ചെന്ന് മേളി ചെന്നിട്ട് ഉച്ചയും കുത്തി തറയെ വീഴാ നേരത്തെ വീണ്ടും അമ്മച്ചി. അപ്പോൾ ഇത് അരി പിന്നെ അരി എപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുക, അരിക്ക് തറയിൽ നിൽക്കാൻ നേരമില്ല. അതുപോലെ പിശാച് നിന്നെ ഇട്ട് കറക്കാൻ പോകുന്നു. ഇതാ കർത്താവ് പറഞ്ഞേ, പിശാച് നിന്നെ ഇട്ട് ഇണ്ണാറ എണ്ണിക്കാൻ പോകുന്നെന്ന്. എപ്പോഴാണ് പറഞ്ഞേ? നാളെ. ഇന്നും കുഴപ്പമില്ല, ഇന്ന് കർത്താവ് കൂടെ ഉണ്ട്. പക്ഷെ നാളെ ഇങ്ങനെ ആയിരിക്കുകയല്ല. നിന്നെ ഇട്ട്, എൻ്റെ പിള്ളേരെ ഇട്ട് കറക്കുക. ഇങ്ങനൊരവസ്ഥ വരുന്നെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എടുക്കാനാന്ന് പറഞ്ഞേ, പ്രാർത്ഥിക്കണം. ഇത് പത്രോസ് പറയുന്നുണ്ട്. എൻ്റെ പൊന്നെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറ്റിയ ഈ അബദ്ധം നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണേ. പത്രോസ് പറയുന്നത് എവിടാന്നറിയാമോ? 1 പത്രോസിൻ്റെ 4-ാം അധ്യായത്തിൽ, 1 പത്രോസ് 4-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 4:7. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ
നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. ആരാ പറയുന്നേ? പത്രോസ് പറയും, എൻ്റെ പൊന്നെ, എനിക്ക് പറ്റിയത് പറ്റരുത്. കാരണം ഞാൻ വിചാരിച്ചു, കർത്താവിനോട് പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്തെല്ലാം വന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല, ഉപേക്ഷിക്കത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, പത്രോസേ, ധൈര്യക്കുറവൊന്നുമില്ല, പക്ഷെ നീ പ്രാർത്ഥിക്കില്ലെങ്കിൽ സാത്താൻ എണ്ണാറെണ്ണിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, വെളിപാട് കിട്ടിയ ടീമാണ് ഞാൻ. 2 സ്റ്റെപ്പാണെങ്കിലും വെള്ളത്തിൽ കൂടെ നടന്നവനാണ് ഞാൻ. പത്രോസിൻ്റെ കയ്യിലല്ലേ നീ താക്കോല് തന്നത്, സ്വർഗത്തിൻ്റെ? ഇതെല്ലാം എന്തൊരു അത്ഭുതങ്ങൾ കണ്ടവനാണ് ഞാനൊന്നും പോകത്തില്ലെന്നേ, കുഴപ്പമില്ലെന്നേ, നീ വിഷമിക്കണം. കർത്താവ് പറഞ്ഞു, പത്രോസ്, ഇതെല്ലാം ഉണ്ടെങ്കിലും, നീ വലിയ കൊമ്പത്തെ ആണെങ്കിലും, നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാം. ഹല്ലേലൂയ. എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, പണമുണ്ട്, പ്രതാപമുണ്ട്, കീർത്തിയുണ്ട്, പെരുമയുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനമാനമുണ്ട്, വീട്ടിൽ ട്രോഫിയുണ്ട്, കിണ്ണമുണ്ട്, ചരുവമുണ്ട്, ഓട്ടുകളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും പ്രാർത്ഥിച്ചില്ലേ പോക്കാം. പ്രാർത്ഥിച്ചോണം. ദൈവം പ്രാർത്ഥനയ്ക്ക് ഒരു അവസരം തരുമ്പോൾ പ്രാർത്ഥിച്ചോണം. ഇല്ലെങ്കിലുണ്ടല്ലോ, അവസാനം ചില ദിവസങ്ങളുണ്ട്, ആശുപത്രി കൊണ്ട് ഐസിയുവിനകത്ത് കൈയും കാലും കൂട്ടിക്കെട്ടി ഇങ്ങനെ ട്യൂബ് ഇട്ടുകൊണ്ട് കിടക്കും. എന്തിനാ ഇതെല്ലാം കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നേ? അഴിച്ചു വിട്ടതെല്ലാം വലിച്ചു പറിക്കും. കട്ടിലൊഴിയാതെ ഇങ്ങനെ കിടക്കുക. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു നല്ല മരണം പോലും കിട്ടുകയില്ല. ഒരുപാട് പേരെ കാണുന്നുണ്ട് ഞാൻ. 10-27 വർഷമായി കർത്താവിൻ്റെ സുവിശേഷമായിട്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാടിടത്ത് ആളുകൾ ഭയങ്കരമായ ദുരിതത്തിൽ ഗതികെട്ട് കിടക്കുക, കട്ടിലൊഴിയുന്നില്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ പിഴകെട്ടേണ്ട ഒരു. പത്രോസ് അതാ പറഞ്ഞത്, മക്കളെ, സകലത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്ന, ആകയാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ സമചിത്തരും. എന്താ പ്രാർത്ഥനയിൽ സമചിത്തത? ശ്രദ്ധിക്കണേ, ബൈബിളിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. സമചിത്തത എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില ആളുകൾ ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കും. പെട്ടെന്ന് ബ്ലെസ്സിമോള് അയർലൻഡിൽ പോകണം, IELTS പാസ്സാകണം, പരീക്ഷയുടെ ഡേറ്റ് എടുത്തു, അന്നേരം ഒരു പ്രാർത്ഥനയുണ്ട്. ഫിസിക്സ് പരീക്ഷയ്ക്ക് ഒരു പ്രാർത്ഥന, ആക്സിഡൻറ്റ് പറ്റി ആശുപത്രി കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയുടെ പേരാണ് ആവശ്യം വരുമ്പോൾ ഉള്ള പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥനയിൽ സമചിത്തത എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തപ്പോഴും പ്രാർത്ഥിച്ച് വെച്ചേക്കണം. ഇതാണ് പ്രാർത്ഥനയിൽ സമചിത്തത. ഇന്ന് കുഴപ്പമില്ല, ചെറിയ ഒരു പനിയും വേദനയൊക്കെ ഉള്ളൂ, നാളെ ക്യാൻസറാ, പ്രാർത്ഥിച്ചു വെച്ചേക്കണം. ഹല്ലേലൂയ. പിണക്കമാണോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? പ്രാർത്ഥന സമചിത്തം എന്ന് പറഞ്ഞാൽ, ഈ ചില ആളുകളെ സമചിത്തത എന്ന് പറയുന്നത്, ചില ആളുകളെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തിയിട്ട് വലിച്ചുകൊണ്ട് കൊണ്ടുപോയി പ്രാർത്ഥിക്കാനിരുത്തും. ഇപ്പോൾ പറയും, ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, ഇപ്പം എല്ലാം ഓക്കെ ആണല്ലോ. എന്നാലും പരിശുദ്ധാത്മാവ് ചില ആളുകളെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പിക്കും. ഇതാണ് പ്രാർത്ഥനയിൽ സമചിത്തത എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ആവശ്യമില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ആളുകൾ, പള്ളി പോകേണ്ട ആവശ്യമില്ലെങ്കിലും പള്ളി പോകാൻ മുടക്കാത്ത ആളുകൾ, ഇതാണ് പ്രാർത്ഥനയിൽ സമചിത്തത. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് വേണം എപ്പോഴും പ്രാർത്ഥിക്കാനൊരു കൃപ. ജെറമ്യായുടെ പുസ്തകത്തിലെ ഒരു വചനമുണ്ട്. ജെറമ്യായുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനമാണ്. ജെറമ്യായുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാം വാക്യം വായിക്കാമോ? കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവേൻ, അല്ലെങ്കിൽ
നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കണേ മക്കളെ. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ്, അന്ധകാരം വരാൻ പോകുന്നു. നമ്മളിപ്പോഴും നടക്കുന്ന പോലെ അല്ല നാളെ ഇതല്ല സിറ്റുവേഷൻ. ഇപ്പം തന്നെ അങ്ങിങ്ങാട്ട് യുദ്ധമൊക്കെ പൊട്ടി പുറപ്പെട്ടപ്പോഴത്തന്നെ ആകെപ്പാടെ ഭക്ഷണം പോലും ഇല്ല. ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തു നിന്ന് ഒരു ചേട്ടായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വാ നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട അച്ഛാ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്ന്? വീട്ടിൽ നിന്ന് പൊതിയും കെട്ടി വന്നേക്കുക എന്നെ കാണാൻ. കാരണം ഹോട്ടലിലൊന്നും ഭക്ഷണമില്ല. ഇറാനിൽ എവിടെയോ ഒരു യുദ്ധം നടന്നതിൻ്റെ പേര് ഇവിടെ ഗ്യാസ് തീർന്നു. നമ്മുടെ ഗ്യാസ് പോയി. അതോടുകൂടി ഹോട്ടലിനെല്ലാം പ്രശ്നമായി. എല്ലായിടത്തും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ വിഷയം വന്നപ്പോഴും അന്ധകാരം, അരക്ഷിതാവസ്ഥ. വചനം പറയാണ്, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിന്റെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിന്റെ ദൈവമായ കർത്താവിന് മഹത്വം കൊടുക്കുവീൻ. ആരോഗ്യമുള്ളപ്പോ, പണമുള്ളപ്പോ, ശക്തിയുള്ളപ്പോ, പ്രാർത്ഥിക്കാൻ കഴിവുള്ളപ്പോ പ്രാർത്ഥിച്ചു വെച്ചേക്കണം, ശേഖരിച്ചു വെച്ചേക്കണം പ്രാർത്ഥന. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? അല്ലെങ്കിൽ നീ വെളിച്ചം തേടുന്ന സമയത്ത് ഇരുട്ടായിരിക്കും. നീ വെളിച്ചം തേടുമ്പോ കൂരിരുട്ട്, ഇടറി വീണു പോകും. ഇങ്ങനെ സംഭവിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, മക്കളെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചു വെക്കണം. ലോകം ശ്രദ്ധിക്കണേ, ലോകം പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഒരു അപകടം വന്നു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാനാണ് പറയുക. ഉദാഹരണത്തിന്, പുറത്തൊരു വേദന, കുറേ മരുന്നൊക്കെ പുരട്ടി നോക്കി, കുഴമ്പിട്ടു, തിരുമ്മി നോക്കി, രക്ഷയില്ല. ഡോക്ടറെ കൊണ്ടുപോയി, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, 2 ഗുളികയൊക്കെ തന്നു. 1 മാസം കഴിഞ്ഞിട്ടും വേദന മാറുന്നില്ല. അപ്പോൾ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്ത് നോക്കാം. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ, അയ്യടാ, ഇതെൻ്റെ കൈക്ക് പാസ്സാകത്തില്ല, RCC പോകണമെന്ന് പറഞ്ഞു. RCC ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഇനിയും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എല്ലാ വഴിയും അടയുമ്പോൾ ലോകം പറയും, പ്രാർത്ഥിച്ചോ. ഉദാഹരണത്തിന് ഫ്ലൈറ്റിൽ, ഇങ്ങനെ വിമാനത്തിൽ പോയിട്ടുള്ളവർക്കറിയാം അല്ലേ? വിമാനം ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഈ എയർ ഗട്ടറിൽ റോഡിലെ ഗട്ടർ കണക്കിന് വെള്ളം ഗട്ടറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെന്നിട്ട് ഈ ഇങ്ങനെയൊക്കെ വീണ് കഴിയുമ്പോൾ പൈലറ്റ് അവിടെ നിന്ന് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ചെറിയ ഒരു ഗട്ടറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പൈലറ്റ് പറയും, ഇതേ കണക്ഷൻ പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പറയും, റഡാറിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കുറച്ചുകൂടെ കഴിയുമ്പം നമ്മുടെ കംപ്ലീറ്റ് കൺട്രോളും പോയി, ഇനിയും പ്രാർത്ഥിച്ചോളാൻ പറയും. പ്രാർത്ഥിച്ചു. എല്ലാ വഴിയും അടഞ്ഞു കഴിയുമ്പോൾ ലോകം പറയും, എന്നാ പ്രാർത്ഥിച്ചോ. എന്നാൽ ബൈബിൾ, കർത്താവ് എന്താ പറയുന്നതെന്നറിയാമോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവൻ എന്ന് പറഞ്ഞാൽ, നാളെ പരീക്ഷ ഉറപ്പാ, അതിന് ഇന്നേ പ്രാർത്ഥിച്ചു വെച്ചോണം. ഇടി വെട്ടിക്കഴിഞ്ഞിട്ടൊരു കുരിശ് വരയ്ക്കും അല്ലേ? അയ്യോ ദൈവം, കർത്താവ് പറയും, നാളെ ഇടി വെട്ടാൻ സാധ്യതയുണ്ട്, ഇന്നേ കുരിശ് വരച്ച് വെച്ചേക്കണം. ഇതാണ് സ്വർഗത്തിൻ്റെ വഴി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരു ഡിപ്പോസിറ്റ്, പ്രാർത്ഥന ഒരു നിക്ഷേപം. ഡിപ്പോസിറ്റിൻ്റെ ഗുണമെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? 1,00,000 രൂപ ബാങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ പോയി ഇരക്കണ്ട. ഒരു മുട്ടാവശ്യം വരുമ്പോൾ, ഒരാവശ്യം വരുമ്പോഴേ ആരോട് പോയി കടം ചോദിക്കേണ്ട, ബാങ്കിലുണ്ട്. ആരോഗ്യമുള്ളവ പ്രാർത്ഥിച്ചു വെച്ചേക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക്, കൂട്ടായ്മയ്ക്കൊക്കെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരു നിക്ഷേപം ശേഖരിച്ച് വെക്കണം. എന്താ ഗുണമെന്നറിയാമോ? നാളെ അന്ധകാരം വരുമ്പോൾ നിന്റെ ഡിപ്പോസിറ്റിൽ നിന്ന് നിനക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ.
അതുകൊണ്ട് പ്രാർത്ഥന ചെറിയൊരു കാര്യമാണ്, പ്രാർത്ഥന ചെറിയൊരു വിഷയമാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറയുക. പ്രസംഗിക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്, ശുശ്രൂഷ നടത്തുന്നവരുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന മെനക്കെട്ട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് കർത്താവ് നോമ്പ് കാലത്ത് 3 കാര്യങ്ങൾ ചെയ്യാൻ പറയും. 1 പ്രാർത്ഥന, 2 ഉപവാസം, 3 ദാനധർമ്മം. ഇതിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കാനാണ് പറയുക. ഹല്ലേലൂയ. ഈശോ കാണിച്ചു തന്ന വഴിയെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ഈ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? ഈ പ്രാർത്ഥനയുടെ ശക്തി കൂടുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസം പൂർണ്ണ വിശ്വാസമാകും. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താനുള്ള നേരമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, നമ്മൾ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ വിശ്വാസം പൂർണ്ണ വിശ്വാസമായി മാറും. നമുക്ക് 8 മണിക്ക് ആരാധന, 8:30 നമ്മൾ സമാപനം. 15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഹല്ലേലൂയ. സന്തോഷമില്ലേ? ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. ഒന്ന് ഏറ്റു പറയാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ഞാനിത് പറയുമ്പോൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഞാൻ മെച്ചം പറയുന്ന ഗുണം പറയുന്നതൊന്നുമല്ല, നിങ്ങൾ ആരോട് പോയി ഗമ പറയുന്നതൊന്നുമല്ല. പക്ഷേ എനിക്കറിയാം, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നതൊന്നും ഫലപ്രദമാകുകയില്ല. വെളുപ്പിനെ 3:30 എഴുന്നേറ്റ് ആരാധിച്ച് 4 ജപമാല ചൊല്ലി വിശുദ്ധ കുർബാന ചൊല്ലി പ്രഭാത നമസ്കാരം നടത്തി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. എല്ലാ ദിവസവും ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ട് സമയം ഞാൻ കണ്ടത്. കാരണം ബാക്കിയുള്ള സമയത്തൊക്കെ പള്ളിയുണ്ട്, ഇടവപ്പള്ളിയുണ്ട്, ഒരു തീർത്ഥാടന പള്ളിയാണ്. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, തിരക്കിനിടയ്ക്കും സമയം കിട്ടുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും. അതുവഴിയായിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ. ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതം ഏറ്റെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മിഞ്ചു ബ്രദറിനെ കിട്ടണമെന്ന് കരുതിയല്ല, ചുമ്മാ അത് മിഞ്ചു ബ്രദറിൻ്റെ തലേന്ന് എനിക്കൊരു മെസ്സേജാണ് അയച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വിളിച്ചേക്കാം, എനിക്കൊരു വിളിയാൻ തോന്നുന്നു അല്ലേ, എന്നെ ഒന്ന് വിളിക്കുക കണ്ടോ ചെയ്ത്. ചുമ്മാ കുറേ നാളായി ഞങ്ങൾ കണക്റ്റഡായി. അപ്പോൾ എൻ്റെ കൂടെ പാടാൻ വരുന്ന ഒരു ബ്രദറിനോട് ഞാൻ പറഞ്ഞു സോറി അച്ഛാ, എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആരെങ്കിലും കർത്താവ് ഒരുക്കും. അപ്പോഴാണ് ദൈവം ഒരു കോള്. ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ മിഞ്ചുവിനോട് ചോദിച്ചു, ഈ 3 ദിവസം നമുക്ക് ചവറ തെക്കും ഭാഗത്ത് പോയൊരു പ്രാർത്ഥന ധ്യാനം നടത്തിയാൽ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ അച്ഛ, ഈ 3 ദിവസം മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും ധ്യാനവും ശുശ്രൂഷ. ഇന്നലെ ഇവിടെ ആയിരുന്നു അരുവിത്ര പള്ളി വലിയ കൺവെൻഷനായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനിയും അടുത്ത ശുശ്രൂഷ പീഡാനുഭവാഴ്ചയിൽ വലിയ ശുശ്രൂഷ. എനിക്ക് ദൈവത്തിൻ്റെ ക്രമീകരണം ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരു ദിവസമില്ല, ഈ 3 ദിവസമുള്ളൂ ഫ്രീ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ നടത്തിപ്പ്. പ്രിയപ്പെട്ടവർ, ഈ പ്രാർത്ഥനയുടെ ഒരു ശക്തി ഉണ്ടല്ലോ. ദൈവം തിരയുന്നത് പ്രാർത്ഥിക്കുന്നവരുണ്ടോയെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോയെന്നാണ്. പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ വിശ്വാസം അങ്ങ് വർദ്ധിക്കും. പ്രാർത്ഥിച്ചാൽ ദൈവം, പ്രാർത്ഥിക്കുന്നതിൻ്റെ കയ്യിലാണ് റിമോട്ട്. ദൈവം എന്ത് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവൻ തീരുമാനിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ നിസ്സാര കാര്യം, ഇതൊക്കെ ബൈബിളിലെ അടിസ്ഥാന സത്യം. ദൈവം എന്ത് ഒരിക്കൽ ദൈവമായ കർത്താവ് സോദോം ഗോമോറ കത്തിച്ച് കളയാൻ വേണ്ടി വരിക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോദോം ഗോമോറയിൽ അവിടെ കാണാത്ത രീതിയിലുള്ള മ്ലേച്ഛതകൾ, സ്ത്രീ പുരുഷ ബന്ധമൊന്നുമല്ല, സ്ത്രീയും തമ്മിൽ പുരുഷനും തമ്മിൽ ഈ ഭയങ്കരമായ ഹോമോസെക്ഷൽ തിന്മകൾ, വഴിവിട്ട പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളൊക്കെ കണ്ട് കർത്താവിന് ഈ കർത്താവ് തീരുമാനിച്ചു, ഇവന്മാരെ കുറച്ച് പെട്രോൾ, തീയ്, ഗന്ധകം അങ്ങനെയുള്ള
കുറച്ച് എല്ലാം ഡിപ്പോസിറ്റ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് കത്തിച്ചേക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വരുന്ന വഴിക്ക് കർത്താവ് സ്വർഗത്തിൽ കമ്മിറ്റി കൂടി തീരുമാനമൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. സ്വർഗത്തിൽ കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനം എടുത്താൽ വന്നേക്കുന്നത് എന്ത്? കത്തിച്ചേക്കാം, ഇവന്മാരെ വേണ്ട, സോദോം ഗോമോറ ഇനി ഭൂമിക്കുമേ വേണ്ട, കത്തിച്ച് കളഞ്ഞേക്കാവുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് കർത്താവ് ഭൂമിയിലേക്ക് തീ കൊണ്ട് വരുന്ന വഴിക്ക് ഒരാളെ കാണുക. ആരാ? ബൈബിള് വായിക്കണം. ആരാ? ഇവിടെ കുറേ ജ്ഞാനികളുണ്ടല്ലോ. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ പറയും, സ്വഗതമായിട്ട് കർത്താവ് പറയാ, ഞാൻ ഈ അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അബ്രഹാമിൻ്റെ ഒരു ജനതയാക്കാമെന്നൊക്കെ അവനോട് പറഞ്ഞിരിക്കുക. ഇവനെ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു നല്ല പൈതലാ, നല്ലൊരു കുടുംബനാഥൻ. ഇവനോട് ഞാൻ ഈ കാര്യം മറച്ചു വെക്കുന്നത് ശരിയാണല്ലോ. ഈ കത്തിക്കാൻ പോകുന്ന അവസ്ഥ ഞാൻ അവനോടുകൂടി ഒന്ന് പറഞ്ഞേക്കാം. പോകുന്ന വഴിക്ക് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം. അപ്പോൾ അവർ പറഞ്ഞു, ഹായ് കർത്താവ്, എങ്ങോട്ടാ? അല്ല, സോദോം ഗോമോറ വരെ. എന്ത് പറ്റി? കണ്ടോ പെട്രോൾ കത്തിക്കാനാന്നോ? അബ്രഹാം പറഞ്ഞു, കർത്താവ് എന്നാ പറ്റി? എല്ലാം പോക്ക് കേസാന്ന് പറഞ്ഞു, എല്ലാം കത്തിക്കാൻ പോവാന്നു. ശരിയല്ല, മ്ലേച്ഛത, അശുദ്ധി, പോർണോഗ്രഫി, അശുദ്ധ ഭാവം. അപ്പോൾ അബ്രഹാം, ദൈവമേ, എൻ്റെ ഒരു കസിൻ ബ്രദറും അവിടെ ഉണ്ടാരാ, ലോത്ത്. അവനും പോക്ക, ഭാര്യയും പോക്ക. ഇന്നത്തെ പോലെ മെസ്സേജ് ഉണ്ടോ, ഫോണുണ്ടോ, വാട്സപ്പ് ഉണ്ടോ, കോളുണ്ടോ, എന്തോ ചെയ്യാൻ പറ്റും? അബ്രഹാം പറഞ്ഞു, കർത്താവേ ഒന്നും തോന്നല്ലേ, ഒരു 50 നല്ലവരവിടെ ഉണ്ടെന്നുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, 50 പേര് നല്ലവരുണ്ടെന്നുണ്ട്, കത്തിക്കുമോ? കർത്താവ് പറഞ്ഞു, കത്തിക്കുകയല്ല. അപ്പോൾ അബ്രഹാമിന് ആവേശമായി. അബ്രഹാം പറഞ്ഞു, 40 കത്തിക്കുകയല്ല, 30 അല്ല, ഒന്നും തോന്നല്ല, 30 കത്തിക്കുകയല്ല. യോ, ഞാൻ ഈ ഏഴയും പൂഴിയുമായ ദൈവത്തോട് ഞാൻ സംസാരിക്കാൻ തുനിഞ്ഞല്ലോ, ദൈവമേ ഒന്നും തോന്നല്ലേ, ഒരു 20 ഉണ്ടെങ്കിലും കത്തിക്കോ? കർത്താവ് പറഞ്ഞു, 20 ഉണ്ടെങ്കിലും കത്തിക്കുകയല്ല. നോക്കണം, ദൈവം പോകുന്ന വഴിക്ക് കയറി തടഞ്ഞു നിന്നിട്ട് കർത്താവിനോട് അബ്രഹാം ചോദിക്കുന്ന ചോദ്യം, കർത്താവേ ഒന്നും തോന്നല്ലേ, ഒരു 10. പ്രിയപ്പെട്ടവർ, ലേലം വിളി 50 തുടങ്ങിയതാ, 10 വന്ന് നിന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒരെണ്ണം ഉണ്ടെങ്കിൽ കത്തിക്കുകയല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം തിരയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരെണ്ണത്തിനെയാണ്. ഒരെണ്ണം ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് 20 വർഷം കഴിഞ്ഞാൽ അവിടെ തന്നെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 20 വർഷം കഴിഞ്ഞാലും ആ വീട്ടിൽ അവർ കാണും. പ്രാർത്ഥിക്കുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിൽ ആദ്യമേ പിശാച് അടിച്ചിടുന്ന ആരാന്നറിയാം? പ്രാർത്ഥിക്കുന്നതിനെയാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരെണ്ണം വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മച്ചിയാ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കും. ഞാൻ സെമിനാരിൽ നിന്ന് വരുമ്പോഴൊക്കെ ഓർക്കുന്നുണ്ട്, ദൈവമേ എന്തോരം പ്രാർത്ഥിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല, പ്രാർത്ഥിക്കുന്ന അങ്ങ് പോയി. പ്രിയപ്പെട്ടവരെ, അതുങ്ങൾ പണ്ട് ദൈവത്തെ വിളിക്കും, കൊന്തയും പിടിച്ചുകൊണ്ട് വന്ന് കുർബാനയ്ക്കൊക്കെ നിന്നിങ്ങനെ പ്രാർത്ഥിക്കും. അതുങ്ങൾക്ക് ക്ലബിലോട്ട് പോകാനറിയില്ല, വഴിയറിയത്തില്ല. സിനിമാ തിയേറ്ററിലോട്ട് പോകാനുള്ള വഴിയറിയത്തില്ല. പബ്ബുകളിലേക്ക് പോകാനുള്ള വഴിയറിയത്തില്ല. പക്ഷേ പള്ളിയിലോട്ട് പോകാനുള്ള വഴിയറിയാം. പാതിരാത്രിയിലാന്നേലും വെളുപ്പിനാന്നേലും ഇതുങ്ങൾ പിള്ളേരെ ഒക്കത്ത് വെച്ചുകൊണ്ട് വന്നിട്ട് പ്രാർത്ഥിക്കും. കുരിശിൽ മാരിച്ചാവാനെ വിളിച്ചു പോയി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഇപ്പോഴും വീടിന് ചുറ്റും കിടക്കുന്നത് കൊണ്ടാണ് 5-6 ഇല ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വേലിയുണ്ടല്ലോ, ഈ വേലി ഇതഴിഞ്ഞു പോകാൻ പാടില്ല. പ്രാർത്ഥനയുടെ ഒരു വേലിക്കല്ല് കെട്ടണം. ഈ പ്രാർത്ഥിച്ചുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ അതുകൂടെ ഒന്ന് കണ്ടുകൊണ്ട് ആരാധനയിൽ നമ്മളൊന്ന് ബലപ്പെടാൻ പോവാണ്.
ഈ വിശ്വാസം വർദ്ധിക്കും. 2 തരം വിശ്വാസമുണ്ട്. എത്ര തരം? 2 തരം വിശ്വാസം. ഒന്ന്, ഒരു പ്രാരംഭ വിശ്വാസം. 2, പൂർണ്ണ വിശ്വാസം. ശ്രദ്ധിക്കണേ, എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് 2 തരത്തിലുള്ള ആളുകളാണ്. ഒരു 90% ആളുകൾക്കും ഈ പ്രാരംഭ വിശ്വാസം, ബിഗിനിങ് ഫെയ്ത്ത് എന്ന് പറയും. എന്നാൽ ഒരു 10% ആളുകൾക്ക് പെർഫെക്റ്റ് ഫെയ്ത്ത് ഉണ്ട്, പൂർണ്ണ വിശ്വാസം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. പ്രാർത്ഥിച്ചാലേ ഈ പൂർണ്ണ വിശ്വാസം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ വിശ്വാസികൾ ചിലർക്ക്, ഒട്ടുമുക്കാലും ആളുകൾക്കും ഈ പ്രാരംഭ വിശ്വാസത്തിൽ നിൽക്കുക. എന്താ വിശ്വാസം എന്നറിയാമോ? അത് ദൈവമുണ്ട്, ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം സഹായിക്കും, ദൈവം എനിക്ക് വേണ്ടി മരിച്ചവനാണ്, ദൈവം എൻ്റെ വീടിനെ കാത്തോളും, എൻ്റെ പിള്ളേരെ സംരക്ഷിച്ചോളും, എൻ്റെ രോഗം മാറ്റും, എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കും, എനിക്ക് ജോലി തരും, എൻ്റെ ദൈവം കൂടുണ്ട്. ഇതിൻ്റെ പേരാണ് പ്രാരംഭ വിശ്വാസം. ഈ വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ടവരെ ഉള്ളവർ പ്രാർത്ഥിച്ച് 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 ഈ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിത ലക്ഷ്യം നടക്കുകയില്ല, നമ്മളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി നിറവേറുകയില്ല. ഞാനത് പറഞ്ഞുതരാം. അത് മനസ്സിലാക്കാൻ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 3-ന്റെ 16, 17, 18 വാക്യങ്ങൾ വായിക്കാൻ പോകണം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കാമോ? നല്ല 3-4 പേരുകൾ ഉറക്കെ വായിക്കാമോ? ശദ്രാക്ക്, മെഷാക്കും അബ്ദ്നെഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നെബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. വായിച്ചോ. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. അടുത്ത വചനം, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് 3 പിള്ളേരെ ജെറുസലേമിൽ നിന്ന്, യൂദയായിൽ നിന്ന് അടിമകളാക്കി ദാനിയേലിനെ ഉൾപ്പെടെ കുറേ പേരെ ബാബിലോൺ എന്ന് പറയുന്ന ആ വടക്കൻ രാജ്യത്ത്, പേർഷ്യ രാജ്യത്ത് കൊണ്ടുപോയി നെബൂഖദ്നേസർ എന്ന് പറയുന്ന വിജാതീയ രാജാവ് അടിമകളാക്കി വെച്ചിരിക്കുക. അപ്പം ഇങ്ങനെ കുറേ പേരെ യഹൂദ നാട്ടിൽ നിന്നുള്ള യഹൂദരെ കൊണ്ടുപോയി അടിമകളാക്കി അവിടെ ഇങ്ങനെ കഴിയുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു ദിവസം പറഞ്ഞു, ഹേ ജനങ്ങളെ, ഇനിമേൽ സ്വർഗത്തിലെ ദൈവം ഒന്നുമില്ല, ഞാനാണ് ദൈവം. 60 മുഴം നീളമുള്ള ഉയരമുള്ള അയാളുടെ സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ആരെങ്കിലും ഇനിയും വേറെ ദൈവത്തെ ആരാധിച്ച കഴുത്തിന് മേ തല കാണുകയില്ല, എന്നെ വണങ്ങിക്കോണം, സ്തോത്രകാഴ്ച ഇട്ടോണം, പൊക്കോണം. ആര് പറഞ്ഞു? ആ ചേട്ടൻ പറഞ്ഞു. നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് പറഞ്ഞു. ഇത് കേട്ടപാടെ കുടുംബത്തിൽ പറഞ്ഞ 3 പിള്ളേർ പറഞ്ഞു, സൗകര്യമില്ലെന്നു. ഷദ്രാക്ക്, മെഷാക്ക്, അബ്ദ്നെഗോ. നല്ല പേരാ, പേരിടാൻ കൊള്ളാം. ഷദ്രാക്ക്, മെഷാക്ക്, അബ്ദ്നെഗോ. ഇവന്മാർ പറഞ്ഞു, സൗകര്യമില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, കത്തിക്കൂ എന്ന് പറഞ്ഞു. 10,000 ഡിഗ്രി ചൂടുള്ള ഫർണസ്, ചൂള കണ്ടോ, എറിയെന്ന് പറഞ്ഞു എടുത്ത്. അപ്പോൾ ഈ പിള്ളേർ പറഞ്ഞതാണ്, രാജാവേ, ഞങ്ങളുടെ ദൈവം നിന്റെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും. ശ്രദ്ധിക്കണം, 10,000 ഡിഗ്രി ചൂടുള്ള ഫർണസ്, ചൂള കണ്ടോ, എറിയെന്ന് പറഞ്ഞു എടുത്ത്. അപ്പോൾ ഈ പിള്ളേർ പറഞ്ഞതാണ്, രാജാവേ, ഞങ്ങളുടെ ദൈവം നിന്റെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും. 10,000 ഡിഗ്രി ചൂടുള്ള ഫർണസ്, ചൂള കണ്ടോ, എറിയെന്ന് പറഞ്ഞു എടുത്ത്. അപ്പോൾ
ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഇവരും പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഇതാണ് പ്രാരംഭ വിശ്വാസം. ഇതാണ് എന്ത്? തുടക്കം, വിശ്വാസത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ദൈവം നോക്കിക്കൊള്ളും. ഒരു പ്രതിസന്ധി വന്നു, ചൂളയ്ക്കകത്ത് എറിയാൻ പോവാ, അവർക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം രക്ഷിക്കും എന്നെ. ക്യാൻസർ വന്നു, എൻ്റെ ദൈവം രക്ഷിക്കും. പെട്ടെന്ന് ഒരു കടബാധ്യത വന്നു, ജോലി പോയി, ദൈവം നോക്കിക്കൊള്ളും. ഇതാണ് പ്രാരംഭ വിശ്വാസം. ഇവരും പറഞ്ഞു, കർത്താവ് നോക്കിക്കൊള്ളും, ഞങ്ങളുടെ ദൈവം കഴിവുള്ളവനാ, ഞങ്ങളെ രക്ഷിക്കും. പക്ഷെ അടുത്ത വചനമാണ് പൂർണ്ണ വിശ്വാസം. അടുത്ത വചനം എന്താണെന്നറിയാമോ? രാജാവേ, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. 18-ാം വാക്യം. രാജാവേ, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ദൈവം നിന്റെ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം മതി, നിന്നെ ഞങ്ങൾ വണങ്ങുകയില്ല. ഹല്ലേലൂയ. ഇതിൻ്റെ പേരാണ് പൂർണ്ണ വിശ്വാസം. പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഈ ദൈവം ഞങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ പിന്നെയും പള്ളിയിൽ പോകും. ഈ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ പിന്നെയും വെള്ളിയാഴ്ചയിൽ പോയി പ്രാർത്ഥിക്കും. ഈ ദൈവം ഞങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, ഞങ്ങളുടെ കുടുംബത്തിന് ഗതി പിടിക്കുന്നില്ലെങ്കിൽ പോലും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം മതി. ഇതിൻ്റെ പേരാണെന്ത്? മിണ്ടണില്ലല്ലോ. പൂർണ്ണ വിശ്വാസം. എൻ്റെ മക്കളെ, ഇതിലേക്ക് വളരാൻ പ്രാർത്ഥന വേണം. ദൈവം ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള ഒരു 10 പേര് ഇതിനകത്തിരിപ്പുണ്ട്. അവരെയാണ്. അല്ലേ തന്നെ എത്ര ചോദിച്ചിട്ട് വല്ലതും കിട്ടിയിട്ടുണ്ട്? എന്തുമാത്രം പ്രാർത്ഥിച്ചു, പിന്നെയും പ്രശ്നം കൂടിയതല്ലാതെ ഗതി കിട്ടിയിട്ടുണ്ടോ? പക്ഷെ എന്നാലും ഇങ്ങനെ വന്നിരിക്കുകയല്ലേ, എന്നാലും വന്നിരിക്കുകയല്ലേ, എൻ്റെ ദൈവം എനിക്ക് മതി. ഇതാണ് പൂർണ്ണ വിശ്വാസം. ഈ ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ പോലും, ഈ ദൈവം എന്നെ തൊടുന്നില്ലെങ്കിൽ പോലും എനിക്ക് ദൈവം മതി എന്ന് പറയുന്നതിൻ്റെ പേരാണ്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പൂർണ്ണ വിശ്വാസം. ഹല്ലേലൂയ. അവർ പിന്നെയും പള്ളിക്ക് വേണ്ടി അധ്വാനിക്കും. അവർ പിന്നെയും ആളുകളെ കൊണ്ടുവന്ന് കർത്താവിന് വേണ്ടി നേടിയെടുക്കും. ആത്മാക്കളുടെ രക്ഷയ്ക്ക് അവർ പിന്നെ അധ്വാനിക്കും. അവർ പിന്നെയും സൺഡേ സ്കൂൾ പഠിപ്പിക്കും. അവർ പിന്നെയും പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കും. അവർ പിന്നെയും ഇതുപോലെ ആളുകളെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് വിളിച്ച് ഒരുക്കി. ദൈവമേ, ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു പള്ളിയിൽ ഇങ്ങനെയൊക്കെ നടത്താൻ എന്തോരം പാടാം. അപ്പോൾ പിന്നെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെല്ലാം ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് നടത്താൻ. ജീവൻ ബ്രദറെ ഉണ്ടോ? ഹല്ലേലൂയ. കുറച്ച് പേര് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവിടെ ഇങ്ങനെ നടത്താൻ. നാളെ നിങ്ങൾ കുറച്ച് കസേരയുടെ അധികമുണ്ട്. നിങ്ങൾ ഒരു 15, 10, 25 പേരെങ്കിലും ഓരോരുത്തർ വിളിച്ചുകൊണ്ട് വരണം. നമ്മളെല്ലാവരും കൂടി ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അതൊക്കെ കർത്താവിന്, ഇതൊന്നും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ പേരാ പൂർണ്ണ വിശ്വാസം. സമയമായോ? നിൽക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ജീവൻ ബ്രദറിന് അങ്ങ് നല്ല ഉത്സാഹമാണ് അല്ലേ? ഇങ്ങനെയുള്ള ആത്മാക്കളെ രക്ഷിക്കണം, ആത്മാക്കൾ രക്ഷപ്പെടണം. വികാരി അച്ഛനെ കൂടെ നിർത്തി എല്ലാം ക്രമീകരിച്ച് ഇങ്ങനെ ആത്മാക്കളുടെ രക്ഷ. ഹല്ലേലൂയ. ഇതാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം. ഇതാണ് ദൈവം. പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്താ? അത് തന്നെയല്ലേ? നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2 തവണ മാത്രമേ അമ്മയെക്കുറിച്ച് പറയുന്നുള്ളൂ. എവിടേക്കാണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം സുവിശേഷത്തിൽ 2 തവണ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. ഒന്ന്, കാനായിലെ കല്യാണം 2-ാം അധ്യായം. 2, കുരിശിൻ്റെ ചുവട്ടിൽ. നിങ്ങൾ ഭയങ്കര അറിവുള്ളവരാണ്, ബൈബിൾ ഡോക്ടറേറ്റൊക്കെ ഉള്ളവരുണ്ടെന്നോ.
അതായത് യോഹന്നാന്റെ സുവിശേഷം 2 തവണ അമ്മയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ കാര്യം? ഈ വിശ്വാസത്തെക്കുറിച്ച് പറയാനാ. പ്രാരംഭ വിശ്വാസം, പൂർണ്ണ വിശ്വാസം. അതായത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, ഒരു വീട്ടിൽ ഒരു ക്രൈസിസ്. കല്യാണ വീടാണ് കാനായിൽ. അവിടെ ചെന്നപ്പോൾ വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നു പോയി. അമ്മ പറഞ്ഞു, മോനെ വീഞ്ഞില്ല. മോൻ പറഞ്ഞു, അമ്മേ ടൈമായില്ല. അമ്മ പറഞ്ഞു, മോനെ നിൻ്റെ ടൈമായില്ല, ഞങ്ങളുടെ ടൈമായി. അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിൽ മോൻ വെള്ളം വീഞ്ഞാക്കി, അത്ഭുതം ചെയ്തു. ശ്രദ്ധിക്കണം, ഇതാണ് പ്രാരംഭ വിശ്വാസം. ഒരു വീട്ടിലൊരു ക്രൈസിസ് വന്നു, ഒരു പ്രതിസന്ധി വന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഇടപെട്ടു, ദൈവം അത്ഭുതം ചെയ്തു. എല്ലാവർക്കും ഈ വിശ്വാസമുണ്ട്, നമുക്കുമുണ്ട്. അത് ഞാൻ വന്നേ. എന്നാൽ ഈ അമ്മയെ പിന്നീട് യോഹന്നാൻ കൊണ്ടു നിർത്തുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ. അവിടെ ഒരു ക്രൈസിസ്. ഇത് അയൽപക്കത്തെ വീട്ടിലെ ക്രൈസിസ് അല്ല, സ്വന്തം വീട്ടിലെ ക്രൈസിസാ. ഏക മകനെ അടിച്ചു തറച്ച് തൂക്കിയിട്ടിരിക്കുക. അമ്മ സ്വർഗത്തോട് പരാതി പറയുന്നില്ല, പഴി പറയുന്നില്ല. അമ്മ ദൈവത്തോട് പറയുന്നില്ലേ, ഇറക്കി വിട എൻ്റെ കുഞ്ഞിനെ, തിരിച്ചതാ എൻ്റെ പൊന്നിനെ, എൻ്റെ കണ്ണിനെ ഞാൻ കൊണ്ടുപോയിക്കോൾ. നോ, കുരിശിൻ്റെ ചുവട്ടിൽ അവൾ മിണ്ടാതെ നിൽക്കുകയാണ്. ഈ ദൈവം എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നില്ലെങ്കിൽ പോലും എനിക്ക് ഈ ദൈവം മതി. എൻ്റെ ദൈവം ഈ കുഞ്ഞിനെ, എൻ്റെ കണ്ണിനെ എടുത്തുകൊണ്ട് പോയാലും മരിച്ചാലും എൻ്റെ ദൈവം മതി. ഇതാണ് അമ്മ പറയുന്നത്. ഇതാണ് പൂർണ്ണ വിശ്വാസം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ വളരണമെന്ന് പറഞ്ഞു.